നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുപമ പരമേശ്വരൻ ആളുടെ വീട്ടിലേക്കാണ് നടന്നുകൊണ്ടിരിക്കണേ. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുണ്ട്. എനിക്ക് തോന്നണ ശൃംഗാരവേലനില്ലേ ദിലീപേട്ടൻ്റെ പടം, അത് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. കമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് മോഹൻ ആളുടെ വീട് ഇവിടെയാണ്, ഇടതിരിഞ്ഞി ഭാഗത്താണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പിടിച്ചത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം വീട്. ഒരു ഗോപുരം പോലെ കാണുന്നില്ലേ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതാണ് കൂത്തമ്പലം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ D-SAB വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോ പറയുന്നത് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ മുന്നിലാട്ടോ. ഇതേ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രം. രണ്ടാമത്തെ അമ്പലം കേട്ടോ. കർക്കിടകത്തിൽ നമ്മൾ 4 അമ്പലം തൊഴിൽ, അതിൽ രണ്ടാമത്തെ അമ്പലമാണ് കേട്ടോ. ഭരതനാണ് പ്രതിഷ്ഠ. അപ്പോൾ കേരളത്തിലത്തെ ആകെക്കൂടുള്ള അമ്പലമാണല്ലേ, ഭരതൻ പ്രതിഷ്ഠയുള്ള ആകെക്കൂടുള്ള അമ്പലമാണ് കൂടൽമാണിക്യം ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അനുപമ പരമേശ്വരൻ, പിന്നെ ഇടവേള ബാബുചേട്ടൻ, പിന്നെ മൂന്നാമത്തെ ദേവ് മോഹൻ, സൂഫി സുജാതയിൽ അഭിനയിച്ച ദേവ് മോഹൻ. അപ്പോൾ ഈ 3 പേരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അത് ഇതിൻ്റെ ചുറ്റുവട്ടത്താണ് വീടുകളൊക്കെ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇൻട്രോ ഇവിടെ നിന്ന് തുടങ്ങണേ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കൂടൽമാണിക്യം ക്ഷേത്രം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവരുടെ വീട്ടിലേക്ക് പോവാം അല്ലേ. അപ്പോൾ വായോ പോവാം. ഇപ്പം നമ്മൾ നിൽക്കണത് കിഴക്കേ നടയാണ്. ഇതാണ് കിഴക്കേ നട. 4 നടകളുണ്ട്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 നടകളുണ്ട്. അതുപോലെ ഇതിൻ്റെ 4 ഭാഗങ്ങളും കുളമുണ്ട് കേട്ടോ. 4 ഭാഗവും കുളമുണ്ട്. അതുപോലെ കർക്കിടകത്തിൽ നമ്മൾ 4 അമ്പലങ്ങൾ തൊഴില്ലേ, അതിൽ രണ്ടാമത്തെ അമ്പലമാണിത്. ഭരതനാണ് പ്രതിഷ്ഠ. അതുപോലെ ഭരതൻ്റെ കേരളത്തിലുള്ള ആകെക്കൂടുള്ള ഒരു അമ്പലമാണ് ഇത് കേട്ടോ, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുണ്ട്. എനിക്ക് തോന്നണ ശൃംഗാരവേലനില്ലേ ദിലീപേട്ടൻ്റെ പടം, അത് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഒരു പാട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ പാട്ട് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടൽമാണിക്യം ക്ഷേത്രം കാണിക്കുന്നുണ്ടെന്നാണ് തോന്നണത്. ഇവിടെ വെച്ചിട്ടൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ശൃംഗാരവേലൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിഴക്കേ നട. ഇനി ഇവിടെ നിന്ന് കണ്ട ദേ ഈ വഴി കൂടെ അങ്ങോട്ട് നടന്നു പോവാം. എന്നിട്ട് ചുറ്റിയിട്ട് വരാൻ പറ്റും. കാണില്ല, അതെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല. അപ്പോൾ അത് കാരണം അതെ ഇങ്ങനെ ഒരു ഗോപുരം പോലെ കാണുന്നില്ലേ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതാണ് കൂത്തമ്പലം. അവിടെ കഥകളിയും അതുപോലെ അങ്ങനത്തെ കുറേ കലാപരമായിട്ടുള്ള ഭരതനാട്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പേപ്പറിലൊക്കെ വരാറുണ്ട്. ഇവിടെ കൂത്തമ്പലത്തിൽ ഇങ്ങനെ മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളതൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് കൂത്തമ്പലം. ഇതൊക്കെ കണ്ട അത് ആ വഴി കൂടെയുള്ള ഭാഗങ്ങളാണ്. ഈ സൈഡിൽ കൂടെയുള്ള ഭാഗങ്ങളാണ്. അതേ ഈ മതിൽ കാണുന്നതേ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറമൊക്കെ ഫുൾ കുളമാണ്. 4 ഭാഗം കുളമാണ് കേട്ടോ. 4 ഭാഗം നമ്മൾ ഇരിഞ്ഞാലക്കുട സെൻറ്ററും കാര്യങ്ങളൊന്നും കാണിക്കാണ്ടിരുന്നത് ഓൾറെഡി അതൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണല്ലോ. അത് കാരണമാണ് നമ്മൾ സെൻറ്ററും അതുപോലെ പള്ളിയും പിന്നെ അതൊന്നും കാണിക്കാണ്ട് ഇങ്ങോട്ട് നേരിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വഴികളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. പിന്നെ വഴികൾ മാത്രം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ലാഗ് അടിക്കും, എല്ലാവർക്കും മടുപ്പ് തോന്നില്ലേ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ അതൊന്നും കാണിക്കാണ്ട് നേരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നിട്ട് ഇൻട്രോ പറഞ്ഞേട്ടാ. നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുപമ പരമേശ്വരൻ ആളുടെ വീട്ടിലേക്കാണ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ
ഈ അടുത്ത് തന്നെയാണ് ആളുടെ വീട്. അപ്പം നമുക്ക് ജസ്റ്റ് ആ വീടൊന്ന് പോയിട്ട് കാണാം അല്ലേ. ഇതേ ആ കാണുന്നതാണ് വീട് കേട്ടോ, അനുപമ പരമേശ്വരൻ്റെ വീട്. നമ്മളെ അനുപമ പരമേശ്വരൻ ആളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. എന്നെ അടുത്ത് ആളവിടെ ഇല്ല കേട്ടോ. അമ്മ വന്ന് പറഞ്ഞു ആളവിടെ ഇല്ല, പോയേക്കാണ് എന്ന് പറഞ്ഞു. അപ്പം ഇനി നമുക്കിനി അടുത്തത് നമ്മുടെ ഇങ്ങോട്ട് പോവാം. ഏതാ സ്ഥലം എന്നറിയോ? നമ്മുടെ സൂഫിയില്ലേ, ദേവ് മോഹൻ ആളുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അതും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം നമുക്കിനി അടുത്തത് അങ്ങോട്ട് പോവാം കേട്ടോ. ആ ഭാഗം ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട്, ഇടതിരിഞ്ഞ് ഭാഗത്താണ് ആളുടെ വീട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. പോവാം. അമ്മേ കയറിയിരുന്നു പൊക്കോ. ഈ വഴി എൻ്റെ കോളേജിലേക്ക് പോവാട്ടാ. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇരിഞ്ഞാലക്കുട വന്നപ്പോൾ സൂഫിയുടെ വീട്, അതായത് ദേവ് മോഹൻ്റെ വീട് നമ്മൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും മനസ്സിലായില്ല. അപ്പം എനിക്ക് കമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ദേവ് മോഹൻ ആളുടെ വീട് ഇവിടെയാണ്, ഇടതിരിഞ്ഞി ഭാഗത്താണ്. അപ്പോൾ അതായത് നമ്മൾ അന്വേഷിച്ച് പിടിച്ചത് എവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം വീട്. അതെ, ഈ കാണുന്നതാണ് ദേവ് മോഹൻ്റെ വീട്. വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. ആളിവിടെ ഇല്ല, എറണാകുളം പോയേക്കാം. 5-6 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു അമ്മ. ഇതിൻ്റെ മുന്നിൽ നിറയെ മരങ്ങളാണ്, പിന്നെ ഡ്രസ്സൊക്കെ അടിച്ചേക്കാണ്. അപ്പോൾ അധികം വെളിച്ചവും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അങ്ങനെയാട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് ഉള്ളിലേക്ക് കയറുന്ന ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ പേരിലൊന്നും പറയാൻ നിൽക്കരുത്, അങ്ങനെ പറ്റണല്ലോ, അത് കാരണം കേട്ടോ. അപ്പോൾ വായോ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇതാണ് KS പാർക്ക്, അതായത് KSയിലെ പശുക്കൾക്കുള്ള കാലിത്തീറ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അവരുടെ തന്നെ ആട്ടോ, അവരുടെ തന്നെ പാർക്കാണ്. അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. ശരിക്കും റൈറ്റ് സൈഡിലാണ് KS. ഇത് പുറമേ നിന്നൊന്നും അധികം കാണാൻ പറ്റില്ല കേട്ടോ, അത് ഉള്ളിലേക്ക് കയറണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിലാണ് അത് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇരിഞ്ഞാലക്കുട എന്തേ ഇങ്ങോട്ട് പോന്നു. നമ്മളിപ്പോൾ നിൽക്കണത് നമ്മുടെ കരുവന്നൂർ പാലല്ലേ, ഇതേ അവിടെ ആട്ടോ നിൽക്കണേ. ഇതേ മേലക്കൂടെ വണ്ടികൾ പോണു.
ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പുഴ കാണുന്നു. അപ്പം നമ്മൾ ആരുടെയൊക്കെ വീട്ടിലേക്ക് പോയേ? ദേവ് മോഹൻ, സൂഫി സുജാതയും ആളുടെ വീട്ടിൽ പോയി. പിന്നെ അനുപമ പരമേശ്വരൻ ചേച്ചിയാണോ? അത് എന്നേക്കാളും മൂത്തതായിരിക്കുമല്ലോ അനുപമ പരമേശ്വരൻ. അപ്പോൾ ആളുടെ വീട്ടിലേക്കും കൂടി പോയി. അപ്പം ആ ചേച്ചിയുടെ വീട്ടിലേക്കും കൂടി പോയി. പിന്നെ നമ്മുടെ ഇടവേള ബാബു ചേട്ടനല്ലേ, ആളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് അമ്മ മരിച്ചു എന്ന്, ഇടവേള ബാബു ചേട്ടൻ്റെ. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അമ്മ മരിച്ച കാര്യം. 4 ദിവസമായി മരിച്ചിട്ട്. ഉത്രാടത്തിൻ്റെ അന്നാണ് മരിച്ചത്. അറ്റാക്കായിരുന്നു എന്നാണ് ബാബുവേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ ബാബുവേട്ടനെ കണ്ടു, സംസാരിച്ചു. പക്ഷെ അമ്മ അങ്ങനെ മരിച്ചിരിക്കണ അവസരത്തിൽ നമ്മൾ പോയിട്ട് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പം ഞങ്ങൾ വെറുതെ ആളുടെ അടുത്ത് കണ്ട് സംസാരിച്ചു, ഞങ്ങളുടെ കണ്ടോളൻസ് ഒക്കെ അറിയിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വീടും അതുപോലെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ 2 പേരുടെ വീടുകൾ കണ്ടു അല്ലേ. പിന്നെ നമ്മുടെ കൂടൽ മാണിക്യം ക്ഷേത്രം കണ്ടു. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ള വീഡിയോസ്. നമ്മൾ പോണ വഴി എന്താ പറയുക, ഇതൊന്നും കാണിക്കാണ്ടിരുന്നത് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതാണല്ലോ. അത് കാരണമാണ് കേട്ടോ ഈ വഴികളും കാര്യങ്ങളൊന്നും കാണിക്കാണ്ടിരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതായിരിക്കും ടാറ്റ ബൈ ബൈ, സീ യു.